ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങി ബാർ കൗൺസിൽ. വിഷയം ബാർ കൗൺസിൽ അച്ചടക്ക സമിതി പരിശോധിക്കും. 3 അംഗ സമിതി വിഷയം പരിശോധിച്ച് ആന്റണി രാജുവിന് നോട്ടീസ് നൽകും. വിശദമായ വാദം കേട്ട ശേഷം നടപടികളിലേക്ക് കടക്കാൻ തീരുമാനം. വിവരങ്ങളുമായി നിഷ ദിലീപ് നമുക്കൊപ്പം ചേരുകയാണ്. നിഷ, അദ്ദേഹം അഭിഭാഷകനായി ജോലി ചെയ്തപ്പോൾ നടത്തിയ കൃത്രിമത്വമാണ്. ആ ഒരു വിഷയം തന്നെയാണ് ഇവിടെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ബാർ കൗൺസിലിനെയും പ്രേരിപ്പിക്കുന്നത്. എന്തൊക്കെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും നിഷ? എന്തൊക്കെ നടപടികൾ വരും? രാഖി, ആന്റണി രാജുവിനെതിരായ ഈ തൊണ്ടിമുതൽ കൃത്രിമ കേസിൽ വിധി വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ബാർ കൗൺസിൽ ഒരു അടിയന്തര നടപടികളിലേക്കൊക്കെ കടക്കാൻ തീരുമാനിച്ചത്. ഈ വിഷയം ആന്റണി രാജുവിനെതിരെ ബാർ കൗൺസിൽ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ്. വിഷയം ബാർ കൗൺസിലിന്റെ 3 അംഗ അച്ചടക്ക സമിതി പരിശോധിക്കും. ആന്റണി രാജുവിന് നോട്ടീസ് അയക്കും. ആന്റണി രാജുവിന് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷം നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. ഈ വിഷയം ഈ മാസം 9-നാണ് ഈ 3 അംഗ സമിതി അച്ചടക്ക സമിതി പരിഗണിക്കുന്നത്. എന്തായാലും ഈ തൊണ്ടിമുതൽ കൃത്രിമ കേസിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനെ 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്കാണ് വിധിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവും വന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ ബാർ കൗൺസിൽ അടിയന്തര തീരുമാനം കൈക്കൊണ്ടത്. എന്തായാലും ഈ 1990-ൽ ഈ ആന്റണി രാജു ജൂനിയർ അഭിഭാഷകൻ ആയിരുന്ന കാലത്താണ് ഈ പ്രതിയെ 10 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയെ ഈ കേസിലെ തൊണ്ടിമുതൽ കൃത്രിമത്വം കാണിച്ച് രക്ഷപ്പെടുത്തിയത്. ഇത് ആന്റണി രാജു ഒരിക്കൽ പോലും ഇത് നീതിന്യായ വ്യവസ്ഥയോട് ചെയ്യാൻ പാടില്ലാത്തതാണെന്നും അഭിഭാഷക സമൂഹത്തിന് മുഴുവൻ ഇത് നാണക്കേട് ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അടിയന്തര നടപടിയിലേക്ക് കടക്കാനുള്ള ബാർ കൗൺസിലിന്റെ തീരുമാനം. ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതി ഈ മാസം 9-നാണ് ഇത് പരിഗണിക്കുക. ആന്റണി രാജുവിന് പറയാനുള്ളത് കേട്ടതിനു ശേഷം നടപടിയിലേക്ക് കടക്കാനാണ് ബാർ കൗൺസിലിന്റെ തീരുമാനം. രാഖി. ശരി നിഷ, എന്തായാലും ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ് ബാർ കൗൺസിലും എന്നുള്ളതാണ് നിഷ ദിലീപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.